റസൂലില്ല. ആകെ ഈ നേരം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു നേരമാണ്. ഈ സമയത്ത് നമ്മൾ ഉറങ്ങുക എന്നുള്ളത്, ഈ സമയത്തിലുള്ള ഉറക്കിന്റെ പേരാണ് ഐലൂലത്തിന്റെ ഉറക്കം. ഈ സമയത്തിൽ ഉറങ്ങിയാൽ ഐലൂലത്ത്, ഈ സമയത്തിൽ ഉറങ്ങിയാൽ ഭൂമി കടന്ന് കരയുമെന്നാണ്. എന്നിട്ട് അവർക്കെതിരായി ദുആ ചെയ്യും. ഈ സമയത്തിൽ നിസ്കരിച്ചുറങ്ങിയാലും ശരി, നിസ്കരിക്കാതെ ഉറങ്ങിയാലും ശരി. അപ്പൊ ഈ സമയത്തിൽ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സഹോദരിമാരുടെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ അവരങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അങ്ങനെ ദിക്ർ ചെല്ലാൻ സൗകര്യമുള്ളൊരു നേരമാണ്. അപ്പൊ ഇത് ആരും അറിയാതെ ഒരു 2 മണിക്കൂറായിട്ടുണ്ട് സംഗതി. എന്നാലും ആ 2 മണിക്കൂറൊന്നും ആയിട്ടില്ല. അങ്ങനെ നിലക്ക് അങ്ങനെ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലിപ്പോകും. കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അതങ്ങനെ നടന്നു പോകും. നേരെ മറിച്ച് നമ്മൾ ഒറ്റക്ക് ചെല്ലുമ്പോൾ ഒരു 5-6 ദിവസമൊക്കെ അങ്ങനെ തുടരും, പിന്നെ അതങ്ങനെ വിട്ടുപോകും. അതുകൊണ്ട് അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സന്ദേശം മറ്റുള്ളവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓരോരുത്തരും ചൊല്ലട്ടെ ഇതൊക്കെ. മനസ്സിലായിട്ടില്ലേ? അങ്ങനെ ചെല്ലുമ്പോ അവര് ചെല്ലുന്നതിന്റെയും കൂടെ കൂലി നമുക്ക് അല്ലാഹു നൽകും. നമുക്കെന്തേ പണി? ഒരു 100 ആളുകളിലേക്ക് ഷെയർ ചെയ്തു എന്നുള്ളതേ പണിയുള്ളൂ. നെയ്യത്ത് വെക്കണം, പടച്ചോനെ ഞാൻ ഇവരെ കൊണ്ട് ചെല്ലിപ്പിക്കുമ്പോ ഇവർ ചെല്ലുന്നതിന്റെയും സവാബ് എനിക്ക് നൽകണം, അതിന്റെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണം. നമ്മൾക്കൊരു 1000 പേരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ദിക്ർ ചെല്ലിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയൂല. എന്നാൽ ദിവസവും ഒരു രാവിലെ 11 മണിക്ക് ഇതിന്റെ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു 500 ആളൊക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ, ആ 500 ആള് ദിക്ർ ചെല്ലിയാൽ ആ 500 ആളുകളുടെ പ്രതിഫലവും നമുക്കും അല്ലാഹു തരില്ലേ? 500 × 2 = 1000 മണിക്കൂറാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നത്. 500 ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ 2 മണിക്കൂർ നേരം ഒരു ദിക്റിലായി കൂടുകയല്ലേ? അയച്ചു കൊടുക്കുക എല്ലാവരിലേക്കും മനസ്സറന്ന്. ഒന്ന് മാത്രം ചിന്തിക്കണം, ഇലാഹായ റബ്ബിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം, വേറൊന്നും ചിന്തിക്കേണ്ട. അള്ളാഹു ഖൈറും സന്തോഷവും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് തബറുക്കിന് വേണ്ടി ഒരു 3 ഹദീസുകൾ നമ്മൾ വായിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇന്നലൊക്കെ പറഞ്ഞത് ഫിത്ന ഉണ്ടാക്കരുത്. ഒരാളുടെ ഇടയിലും ഫിത്ന ഉണ്ടാക്കുക, തിരിപ്പുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക ചെയ്യരുത്. ഒന്നും, അതായത് അയൽവാസിയുടെ മുമ്പില്, അത് രാഷ്ട്രീയത്തിന്റെ ഇടയിലാണെങ്കിലും സംഘടനയുടെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ അയൽവക്ക വിഷയങ്ങളിലാണെങ്കിലും കുടുംബ വിഷയങ്ങളിലാണെങ്കിലും വീട്ടിൽ മാതാപിതാക്കളുടെ ഇടയിലാണ്, ആ വിഷയത്തിൽ പോലും തീർപ്പുണ്ടാക്കുന്നവരില്ലേ? വാപ്പനോട് തെറ്റുണ്ടാക്കാൻ വേണ്ടി വാപ്പന്റെ ഇടയിൽ മക്കളോട് ഉമ്മമാര് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നവരില്ലേ? വാപ്പാന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരില്ലേ? ഉമ്മനോടൊരു പിണക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ഉമ്മന്റെ കുറ്റവും കുറവും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നവരില്ലേ? ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഈ ഹദീസ് മഹാനാകുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളൽ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. സദഖയേക്കാൾ, നോമ്പിനേക്കാൾ, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബാ? അബൂ ദർദാ തങ്ങളായി ഹദീസ് ഉദ്ധരിക്കുന്നത്, നിസ്കരിക്കുന്നതിനേക്കാൾ, സദഖ ചെയ്യുന്നതിനേക്കാൾ, നോമ്പെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബാ? അപ്പോൾ സ്വഹാബത്ത് പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരും നബിയേ, പറഞ്ഞു തരും നബിയേ. അപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, ഖാല സ്വലാഹു ദാത്തിൽ ബൈൻ. 2 പേരുടെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യോജിപ്പുണ്ടാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലെന്ന് മുഹമ്മദ് മുസ്തഫ. 2 പേരുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കുക. ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, 2 പേരുടെ ഇടയിൽ നിങ്ങൾ തിരിപ്പുണ്ടാക്കിയാൽ
അത് രാഷ്ട്രീയത്തിലാകട്ടെ, സംഘടനയിലാകട്ടെ, കുടുംബജീവിതത്തിലാവട്ടെ, അയൽവക്കങ്ങളിലാവട്ടെ, നിങ്ങൾ തിരുപ്പുണ്ടാക്കിയ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ അമലുകൾ മുഴുവനും അത് കാരണമായി ഇല്ലാതെയായി പോകുമെന്ന് ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ. മുടി കളയുന്ന കത്തി തലയിൽ വെച്ചുകൊണ്ട് മുടി അങ്ങ് നീക്കുമ്പോ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ അമലുകൾ അത് കൊടിച്ചു കളയും. നിങ്ങൾ നോറ്റ നോമ്പിനെ അത് ഇല്ലാതെയാക്കും. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ അതില്ലാതെയാക്കും. നിങ്ങൾ കൊടുത്ത സ്വതക്കയുണ്ടല്ലോ അതില്ലാതെയാക്കി കളയുന്നതാണ്. ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, തിരിപ്പുണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യാ? എല്ലാവരുടെയും ഇടയിൽ രമ്യത, അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമായിരിക്കണം. എത്രത്തോളം എന്നറിയോ? ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടുപേര് നന്നാവാൻ വേണ്ടി ചില കളവുകൾ പറയുന്നത് പോലും കളവല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടുപേര് തമ്മിൽ മിണ്ടാൻ വേണ്ടി കളവ് പറഞ്ഞു, എന്നാൽ അത് കളവല്ല എന്ന് ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലം യക്ദിബ് മൻ നമാ ബൈന ഇത്നൈനി ലിയുസ്ലിഹാ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, രണ്ടുപേരുടെ ഇടയിൽ നന്നാവാൻ വേണ്ടി പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളാണ്. അവരുടെ ഇടയിൽ നന്നാവാൻ വേണ്ടി ഒരാൾ കളവ് പറഞ്ഞാൽ, ഒരാള് നമീമത്ത് പറഞ്ഞാൽ, ആ കാര്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, അത് കളവേയല്ല. മന്നമാ ബൈന ഇത്നൈനി ലിയുസ്ലിഹാ. നന്നാവാൻ വേണ്ടി, ഉദാഹരണം പറഞ്ഞാൽ ഷഫീഖും മുനവ്വർ യമാനിയും പിണങ്ങിയിട്ടുണ്ട്. പിണങ്ങിയിട്ടില്ല, പിണങ്ങാതിരിക്കട്ടെ. മനസ്സിലായിട്ടില്ലേ? അവർ രണ്ടുപേരും പിണങ്ങി. എന്തേ കാര്യം? ഒന്നുമില്ല, എന്തോ ഒരു വാക്കുതർക്കമുണ്ടായി, അവർ രണ്ടുപേരും പിണങ്ങി. ഞാൻ ഒരു ദിവസം ഷഫീഖിനെ കണ്ടു. ഷഫീഖ് എന്നോട് ചോദിച്ചു, ഉസ്താദേ, മുനവ്വർ യമാനിയുടെ വർത്താനം എന്താണ്? അപ്പൊ ഞാൻ പറയുക, മുനവ്വർ യമാനി ആകെ ടെൻഷനിലാണ്, എന്നോട് തെറ്റിയത് മുതൽ ആകെ വിഷമത്തിലാണ്, മര്യാദയ്ക്ക് ഭക്ഷണം പോലും അവന് കഴിക്കാറില്ല, ആകെ സങ്കടത്തിലാണ്. പക്ഷെ മുനവ്വർ യമാനിയോ പിത്തത്തിലാണ്. കിട്ടിയ ഒന്ന് കൊടുക്കണം എന്നുള്ള നിലക്കാ മുനവ്വർ യമാനി നിൽക്കുന്നത്. എന്നാൽ നമ്മൾ പറയാ ആരോട്? ഷഫീനോട്, ഷഫിയെ, അന്നോട് എന്ത് ഇഷ്ടാണ് ആ യമാനിക്കെന്നറിയോ? അന്നോട് തെറ്റിയതിനു ശേഷം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല. എന്ത് സ്നേഹാന്നറിയോ എന്നോട്? ആർക്ക് സ്നേഹമില്ല? മുനവ്വർ യമാനിക്ക് സത്യത്തിൽ സ്നേഹമല്ല, ദേഷ്യമുള്ളൂ. എന്നാലും പറയാ. അപ്പൊ ഷഫീ എന്ത് വിചാരിക്കും? ആവട്ടോ. പിന്നെ ഞാൻ എവിടെ പോകാം? മുനവ്വർ യമാനിയുടെ അരികിൽ ചെല്ലുക. എന്നിട്ട് മുനവ്വർ യമാനി ചോദിക്കും, എന്താണ് ഉസ്താദേ ഷഫീന്റെ വർത്താനം? ഷഫീ എന്നെ കാണാഞ്ഞിട്ട് മര്യാദയ്ക്ക് ഉറങ്ങുക പോലും ചെയ്തിട്ടില്ല, ആകെ വിഷമത്തിലാണ്. എന്റെ വിഷമം ഞാൻ പറഞ്ഞു, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്റെ വിഷയം എന്നോട് ചോദിച്ചു, ആകെ ടെൻഷനിലാണ് മൂപ്പര്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോ അസ്സലാമു അലൈക്കും എന്നുള്ളത് അവർ പറഞ്ഞു പോകും. നേരെ മറിച്ച് നമ്മളതല്ല ചെയ്യാ. നമ്മൾ ഷഫീഖും മുനവ്വർ യമാനി നല്ല ചങ്കാണ്, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ ഷഫീനെ ഒറ്റക്ക് കണ്ട നമ്മളെന്താ പറയാ, ശരിക്കും ശ്രദ്ധിച്ചോളണ്ടിട്ടാ യമാനി എന്നെ തല്ലാൻ നടക്കുകയാണ്. സത്യത്തില്ല, അതല്ലേ നമ്മളെ പണി, കുത്തിത്തിരിപ്പുണ്ടാക്കുക. എന്നിട്ട് താടി നീട്ടുക, നിസ്കാരത്തായമ്പ് തസ്ബീഹ് മാല, തിരുപ്പും ഫസാദുമായിട്ട് നടക്കുക. പൊന്നാരന്റെ എണ്ണിയോ, സ്വർഗത്തിന്റെ അടയാളം താടിയല്ല, സ്വർഗത്തിന്റെ അടയാളം നിസ്കാരത്തയമ്പല്ല, സ്വർഗത്തിന്റെ അടയാളം കൈകളിലൂടെ ആടി ഉലയുന്ന തസ്ബീഹ് മാലയല്ല, സൽ സ്വഭാവമാണ്. നല്ല സ്വഭാവം, നല്ല സ്വഭാവം. അല്ലാഹു ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പടച്ചവനെ നീ പെടുത്തണേ അല്ലാ. തിരിപ്പുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. ഒരാളുടെ ഇടയിൽ രമ്യതയും സ്നേഹവും ഉണ്ടാക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ ഇടയിൽ വരേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, സദഖ ചെയ്യുന്നതിനേക്കാൾ അത് ഏറ്റവും ഖൈറായ അമലാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ
എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ കാന യഖൂൽ വല്ലദീ നഫ്സി ബിയദി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം സഹാബ മാ തബാത ഇത്നാനി ഫയുഫർഖു ബൈനഹുമാ ഇല്ലാ ബിദംബിൻ യുഹദിസു അഹദഹുമാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പരസ്പരം രണ്ടുപേര് സ്നേഹിക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന പാപം കാരണമായിരിക്കുമെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് രണ്ടുപേരുടെ ഇടയിൽ വല്ലാത്ത സ്നേഹമുണ്ട്. ആ സ്നേഹം അവരുടെ ഇടയിൽ നിന്ന് ഭിന്നിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ എന്തോ ഒരു തെറ്റുണ്ടാകും. കാരണം തെറ്റുകൾ കാരണമായി അള്ളാഹുവിന്റെ അദാബാണ് രണ്ടുപേരുടെ ഇടയിലും സ്നേഹത്തിനെ എടുത്തു കളയുക എന്നുള്ളത്. ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടുപേരുടെ ഇടയിലുള്ള സ്നേഹം അകലുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമാണ്, വലിയ ശിക്ഷയാണ്. അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാത്തി ലയാൽ. സഹാബ നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ 3 ദിവസത്തിലേറെ നിങ്ങൾ പിണങ്ങാൻ പാടില്ല. 3 ദിവസത്തിലേറെ നിങ്ങൾ പിണങ്ങാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പിണങ്ങിയവരാണോ യൽതഖിയാനി ഫയുഇരിലു ഹാദാ ഫയുഇരിലു ഹാദാ രണ്ടുപേരും കണ്ടാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളയുക, അതാണ് പിണക്കമെന്ന് പറഞ്ഞാൽ. ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ പിണങ്ങിയിട്ടൊന്നുമില്ല, ഞാനും ഹാരിസും തമ്മിൽ തെറ്റി. സംഗതി ഹാരിസും ഞാൻ തെറ്റിയിട്ടില്ല, ഹാരിസും ഞാനും തെറ്റി. പഞ്ചായത്താക്കാൻ ആര് വന്നു? പഞ്ചായത്താക്കാൻ ഷഫീഖ് വന്നു. അപ്പൊ ഷഫീഖ് പറഞ്ഞു ഉസ്താദേ നിങ്ങളും ഹാരിസും തമ്മിൽ തെറ്റില്ലല്ലേ, ഇങ്ങനെ പഞ്ചായത്താക്കുന്നത് വലിയ കൂലിയുള്ള സംഗതിയാണ് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ നന്നാവോ? ഞാനും ഹാരിസും തമ്മിൽ ഒരു തെറ്റുമില്ല. ആരെ പറഞ്ഞ തെറ്റിയെന്ന്? ഒരു തെറ്റും ഞങ്ങൾ രണ്ടുപേരില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു മജ്ലിസിൽ ഞാനും ഹാരിസും ഒരേ സ്ഥലത്തിരുന്നാൽ ഹാരിസ് ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുക, അതാണ് തെറ്റ് പറഞ്ഞാൽ. ഹാരിസ് വരുന്ന വഴിയിലൂടെ മാറി സഞ്ചരിക്കുക, അതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റി നിൽക്കല്ലേ. നിങ്ങൾ അങ്ങനെ തെറ്റ് കണ്ടാൽ നിങ്ങൾ സലാം പറയണേ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്നറിയോ? തെറ്റിയാൽ ആദ്യം ആരാണോ മിണ്ടുന്നത്, ആദ്യം ആരാണോ സലാം പറയുന്നത്, അവനാണ് ഏറ്റവും ഖൈറായ മനുഷ്യനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ മജ്ലിസ് കേൾക്കുന്ന അമ്മായിയമ്മമാരെ, മരുമക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാരാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ആദ്യം സലാം പറയുന്നവര്. തെറ്റി ആരെങ്കിലും ഈ മജ്ലിസിൽ ഉണ്ടെങ്കിൽ പാഞ്ഞോളിന്ന് തന്നെ ഉടനെ തന്നെ മൊബൈൽ ഫോൺ ഇനി വയലൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഓടിക്കോളി, വേണം ഓട് തന്നെ. എങ്ങോട്ട് അറിയോ? തെറ്റി അമ്മായിമ്മന്റെ അടുത്തേക്ക്. ആ അമ്മായിമ്മയുടെ എന്തിനാ അമ്മായിമ്മന്റെ അടുത്തേക്ക് ഓടണെന്നറിയോ? ചിലപ്പോ അമ്മായിമ്മയും നൂറേ ജമീർ കാണുന്നുണ്ടാകും. അപ്പൊ അമ്മായിമ്മ ഞാൻ ആദ്യം സ്വർഗത്തിൽ കടക്കണമെന്ന് കരുതി അമ്മായിമ്മ അവിടെ മൊബൈൽ ഫോൺ ഓഫ് ആക്കി മരോളെ വീട്ടിലേക്ക് പായുന്നുണ്ടാകും. അമ്മായിമ്മ മുൻകടക്കും. അങ്ങനെ വേണ്ട, വേഗം ഓടിക്കോ, ഓടിപ്പോയി സലാം പറഞ്ഞോ അവരോട്. എന്നാൽ ആദ്യം അവര് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ആരാണോ മിണ്ടുന്നത് അവനായിരിക്കും ആദ്യം സ്വർഗത്തിൽ കടക്കുക. കഴിയണില്ല ഉസ്താദ്, അതന്നല്ലേ ഏറ്റവും വലിയ ശൈത്വാനിയത്ത് എന്ന് പറഞ്ഞാൽ. ശൈത്താനിയത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മിണ്ടാൻ കഴിയണില്ല. എങ്ങനെ മിണ്ടുക? അത്രക്ക് കഷ്ടപ്പാടോൻ, അത്രക്കും പ്രയാസങ്ങൾ എന്നോടും ചെയ്തിട്ടുണ്ടല്ലോ. എന്ത് പ്രയാസം, എന്ത് പ്രയാസം! നമ്മുടെ മുത്ത് നബിതങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഒരു ഇഞ്ച് നമ്മൾ സഹിച്ചിട്ടുണ്ടോ? ഒക്കെ വിട്, എല്ലാം വിട്, വിശാല മനസ്സിന്റെ ഉടമകളാവണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറയുകയാണ് ഫമൻ ഹജറ ഫൗഖ 3
3 ദിവസത്തിലേറെ ഒരാൾ മിണ്ടാതെ നിന്നാൽ, ഫമാത 3 ദിവസത്തിലേറെ മിണ്ടാതെ നിന്ന് അവനങ്ങ് മരിച്ചു പോകുകയും ചെയ്താൽ, ദഖലന്നാർ. ഇത് വലിയ ദീൻ ഫൈദിയല്ല പറഞ്ഞത്, ഹബീബാ നബി തങ്ങളാണ് പറഞ്ഞത്. ഇത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദഖലന്നാർ, അവൻ നരകത്തിൽ കടന്നു, അവൻ നരകത്തിൽ കടന്നു. യദ്ഖുലു എന്നല്ല ഹബീബാ നബി തങ്ങൾ അവിടെ ഉപയോഗിച്ചത്, ദഖല പ്രവേശിച്ചു, കടന്നു, അവൻ നരകത്തിൽ കടന്നിരിക്കുന്നു. 3 ദിവസത്തിലേറെ ഒരാൾ പിണങ്ങി നിന്നു, ആ പിണക്കത്തിലായി അവൻ മരിക്കുകയും ചെയ്താൽ അവൻ നരകത്തിൽ കടന്നവനാണ് മുഹമ്മദ് മുസ്തഫ. എന്തിനായി കുശുമ്പും കുന്നായൊക്കെ? വേഗം, ഞാൻ അതാ പറഞ്ഞത്, വേഗം മൊബൈൽ ഫോണൊക്കെ അവിടെ വെച്ച് പാഞ്ഞോളി. തെറ്റിയോലോട് മിണ്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ എന്റെ കമന്റിലേക്ക് ഒരു 100 ആളെങ്കിലും തെറ്റിയത് നന്നായി എന്നുള്ള വാർത്ത എനിക്ക് കിട്ടണം. ഷഫിയെ, അത് ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റിയ പിണങ്ങിയ ആളുകൾ, ഞാൻ മിണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 100 കമന്റ് എനിക്ക് നാളെ നിങ്ങൾക്ക് കാണിച്ചു തരണം. 100 ആളുകളെ. എന്തിനാണെന്നറിയോ? അവരെ പേരൊന്ന് എഴുതി ഈ മജ്ലിസിൽ അവർക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കാൻ. എന്തിനെന്നറിയോ? സ്വർഗത്തിൽ മുത്തുനബി തങ്ങളോടുകൂടെ അവരെ കടത്തണേ അല്ലാഹ് എന്ന് ദ്വാരക്കാൻ. 10,000 നിങ്ങൾ ആമീൻ പറയും. തെറ്റിയ ആളുകളെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് മിണ്ടണം. ഇന്ന് തന്നെ പോയിട്ട് മിണ്ടുക. മിണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിൽ എഴുതുക, ഞാൻ മിണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരിലേക്ക് നിങ്ങൾ വാട്സപ്പ് സെൻഡ് ചെയ്യുക, ഞാൻ മിണ്ടി. അവർക്കൊന്ന് ദ്വാരന്ന് കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണം. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാൻ ആർക്ക് താല്പര്യമുണ്ടോ? ചെയ്തോളി, ഇന്ന് തന്നെ പോയി ചെയ്തോളൂ. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ അമൽ, ഇന്ന് നമ്മുടെ പാഠവും അതാണ്, ഏറ്റവും വലിയ അമലും അതാണ്. തിരുപ്പുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. കൂട്ടി യോജിപ്പിക്കാനുള്ള വഴികളും സംസാരങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. തെറ്റരുത്, തെറ്റിയാൽ വേഗം മിണ്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله
യാ മാജിദ് യാ അല്ലാഹ് യാ വാഹിദ് യാ അല്ലാഹ് യാ അഹദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിം യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വൽ യാ അല്ലാഹ് യാ ആഖിർ യാ അല്ലാഹ് يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله أنجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. ഒരുപാട് ആളുകൾ ഇവിടത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സുബഹിയുടെ മുമ്പ് ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 മലപ്പുറത്തുള്ള കാക്കാര്, മലപ്പുറത്തല്ല നിങ്ങള്, മലപ്പുറം എവിടെയാണ്? ഊട്ടിലങ്ങാടി. അള്ളാഹു ഇനി ഖൈറ് കൊടുക്കണേ, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർണാടക അകലെ ഇന്ന് കൊടകിൽ നിന്ന് വന്ന നമ്മുടെ സഹോദരന്മാർ അവരുണ്ട്. നിങ്ങളെ ഭാര്യയൊക്കെ അല്ലേ, ഭാര്യ മോളൊക്കെ ഉണ്ട്. പഠിച്ചവൻ അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. മരുമകനുണ്ടോ, അളിയൻ, അവർക്കൊക്കെ നീ സന്തോഷം, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പിന്നെ ആരെ ദൂരത്ത് നിന്നൊക്കെ ഇവിടെ കണ്ണട ഉസ്താദ് ഈ കണ്ടിട്ട ആള് ഒക്കെ ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വന്ന് മംഗലാപുരം പഠിച്ചവൻ നീ ഖൈറ്. നിങ്ങൾ വേറെ വന്നതാണോ? 7 ആളുകൾ കർണാടകയിൽ നിന്ന്. എവിടെ 7 ആളുകൾ പഠിച്ചവൻ. ഒരു വയസ്സായ ഉപ്പാമാരൊക്കെ ഉണ്ടല്ലോ പഠിച്ചവനെ റബ്ബ്, അവർക്കൊക്കെ നീ എല്ലാവരും എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ മജ്ലിസ് തേടി വരുന്നത് എന്തിനാണെന്നറിയോ? എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് തീരണം, നീങ്ങിപ്പോകണം എന്ന് കരുതിയിട്ടാണ്. അള്ളാഹു ഇനി ഖൈറ് കൊടുക്കണേ അല്ലാഹ്. പിന്നെ ഇവിടെ ലോങ്ങുള്ള ആളുകളുണ്ടോ? ഉണ്ടോ? മഞ്ചേരി ആ ഭാഗത്ത് മഞ്ചേരിക്കാരുണ്ട്. മഞ്ചേരിക്കാർ എത്ര? 4 ചേളാരി, അശ്വനെ, മഞ്ചേരി, പൂക്കളത്തൂര്, കൊണ്ടോട്ടി, ഇരിങ്ങല്ലൂര്. പടച്ചവനെ അവർക്കൊക്കെ ഒരുപാട് മുറാദുകളുമായിട്ടാണ് അവരൊക്കെ വന്നത്. പടച്ചവൻ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ചിലപ്പം പുലർച്ചക്ക് 3 മണിക്ക് എഴുന്നേൽക്കണ്ടേ, ഇവിടൊക്കെ 5 മണിക്ക് എത്തണമെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റ് ഉറങ്ങിയിട്ടുണ്ടാവില്ല അവരൊന്നും. എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാഹ്. നഫീസ മാവൂര് പ്രയാസങ്ങൾ നീങ്ങാൻ, ഓമശ്ശേരി ഒരു ഉമ്മ പ്രയാസങ്ങൾ നീങ്ങാൻ സംഗീതത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അബ്ദുൽ മജീദ് വേങ്ങര പ്രയാസങ്ങൾ നീങ്ങാൻ, മകന്റെ കല്യാണം ശരിയാവാൻ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. പാലായി മുഹമ്മദ്
ഒരുപാട് ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. പടച്ചവനെ ഒരു കണ്ണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ചെറിയ കൊച്ചുകൂരയാണുള്ളത്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബമാണ്. അല്ലാഹു നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഭാര്യ മറിയം, അല്ലാഹു അവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. റഷീദ് മഞ്ചേരി ഭാര്യയുടെ അസുഖം മാറാൻ, മകന്റെ അസുഖങ്ങളൊക്കെ മാറാൻ അല്ലാഹു നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയുണ്ട്, ഹാഫിളാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു സംഗീതത്തിലേക്ക് നൽകിയിട്ടുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. ആമീന പോത്തുട്ടിപ്പാറ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഉണ്ണിമോയിൻ കുട്ടി മുണ്ടക്കല് രോഗം മാറാൻ അല്ലാഹു നീ അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് മുസ്ലിയാർ കാവന്നൂര് വാൾവ് ചുരുങ്ങുകയാണ്, ഹാർട്ടിന് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പാവം ഒരു ഉസ്താദാണ്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. കീഴ്ശേരിയിലുള്ള റഫീഖ് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, നീക്കി കൊടുക്കണേ അല്ലാഹ്. പാത്തുട്ടി കരിപ്പൂര് പ്രയാസങ്ങൾ തീരാൻ അല്ലാഹു തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ബദ്രുദ്ദീൻ പൂങ്കുടി രോഗങ്ങളൊക്കെ മാറാനും പ്രയാസങ്ങൾ നീങ്ങാനും അല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റി പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. കൊടക്കലിൽ നിന്നൊരു സഹോദരി രോഗം മാറാൻ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഒരു സംഖ്യയും ഇതിലേക്ക് അവരൊക്കെ സംഖ്യ നൽകിയിട്ടുണ്ട്, അവർക്ക് സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് ഷാഫി ഓമാനൂര് വികലാംഗനാണ്, അവനൊരു ജോലി ശരിയാവാൻ അല്ലാഹു ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ലൊരു ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മൈമൂന പറപ്പൂര് ഒരു സംഗീതത്തിലേക്ക് നൽകിയിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ലത്തീഫ് കണ്ണന്തളി അവരുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ അല്ലാഹു തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുള്ള ഒരു കുടുംബമാണ്, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. യാക്കൂബ് സാഹിബിന്റെ മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും അവരുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം റാഹത്തുണ്ടാവാൻ കർണാടകയിൽ നിന്ന് വന്ന അവരൊരു വലിയ സംഖ്യ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. ഒരു മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ മുഴുവൻ പൈസയും അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. എല്ലാ പൈസ ഇവിടെ വായിക്കാത്തത് അത് ചിലപ്പം കുറഞ്ഞത് കൊടുക്കുന്നവർക്ക് ഒരു വിഷമം വരണ്ട, കൂടുതൽ അങ്ങനെ വേണ്ടെന്ന് കരുതിയിട്ടാണ്. എല്ലാവരും സമന്മാരാവാനാണ് പൈസയുടെ കണക്ക് ഇവിടെ പറയാത്തത്. അല്ലാഹുവേ വലിയൊരു സംഖ്യ അല്ലാഹു നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം, ആ കുഞ്ഞു ആവയുടെ രോഗം മാറണം, അല്ലാഹു നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അരീക്കോട് എന്റെ മകൾ പറഞ്ഞത് തീരെ അനുസരിക്കുന്നില്ല, അവരെപ്പോഴും ദേഷ്യമാണ്, റബ്ബേ ശിവ കൊടുക്കണേ അല്ലാഹ്. തൈറോയിഡിന്റെയും രക്തം വറ്റുന്ന രോഗമാണ്, ശിവ കൊടുക്കണേ അല്ലാഹ്. ഒമാനൂര് ആരിസ്കയുടെ ഭാര്യ ജമീല എന്നവർക്ക് ശരീരത്തിൽ ചൊറിച്ചിലാണ്, മാറിക്കിട്ടാൻ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഹാരിസ്ക ഇന്ന് കുറിയുണ്ട്, അത് അദ്ദേഹത്തിന് കിട്ടാൻ അവർ മജ്ലിസിലുണ്ട്, അല്ലാഹുവേ ഖൈറാണെങ്കിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അത് ഖൈറാണ്, ചിലപ്പോൾ അത് ഖൈറായിരിക്കും, ചിലപ്പോൾ അത് ഇപ്പം കിട്ടൽ ഖൈറാവൂല, കുറച്ചുകൂടി കഴിഞ്ഞ് കിട്ടലേക്കും ഖൈറുണ്ടാകുക. അത് ഖൈറായ സമയത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്, ഒരു കുറിന്റെ ഒരു വിഷയത്തില് ഒരാള് കുറി കിട്ടാൻ വേണ്ടി ദ്വാരുന്നു. 5 മാസം അയാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഓരോ മാസത്തിലും അയാൾ ഇവിടെ വന്നു, സാധേ കുറി കിട്ടാനൊന്ന് ദ്വാരക്കണം. ഞാൻ ചോദിച്ചു എന്തിനാ? ഒന്നുമല്ല, കിട്ടിയാൽ ധൈര്യമാണല്ലോ, ഇനി കിട്ടിയില്ലെങ്കിൽ ഓലോകമായിട്ട് മുങ്ങിയാലോ, അങ്ങനെ ഒരു ബേജാറ്, ഒരു പേടി. അങ്ങനെ അയാൾ എന്നും ദ്വാരക്കാൻ വരാൻ കിട്ടില്ല. അവസാനം അയാൾക്ക് എത്ര പ്രയാസമാക്കിയിട്ടും അയാൾക്ക് കിട്ടണേയില്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന് ഹോസ്പിറ്റലില് അദ്ദേഹത്തിന്റെ വയറ്റിലൊരു മൊയ ഉണ്ടായിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഓപ്പറേഷന് നല്ലൊരു സംഖ്യ വരും, ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ എവിടുന്നാ വാങ്ങുക, ആരോടാ കടം വാങ്ങുക, എന്താ ചെയ്യാ? ആ മാസം അയാൾക്ക് കുറി കിട്ടുകയും ചെയ്തു. ആലോചിച്ച് നോക്കിയാണ്, നമ്മൾ ദ്വാരക്കന്നെ ദ്വായിലൊട്ടും നമ്മൾ കുറവ് വരുത്തണ്ട, കുറവ് വരുത്തിയേ വേണ്ട. നമ്മൾ വിചാരിക്കും പടച്ചോൻ തരുന്നില്ലല്ലോ, പടച്ചോൻ എന്തല്ല പൊട്ടനല്ല, അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇലാഹായ റബ്ബ്, ഗഫാർ, റഊഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല, റഹ്മാൻ, റഹീം, ഇതൊക്കെ അല്ലാഹുവിന്റെ പേരുകളാണ്, വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളുള്ള ഇലാഹായ റബ്ബ് നമ്മെ ഒരിക്കലും പരാജയപ്പെടുത്തൂല, ഒരിക്കലും നമ്മളെ വഷളാക്കൂല. നൽകട്ടെ. എന്താണ് ഈ കുട്ടിക്ക്
റബ്ബന യാ റബ്ബന ഒന്നുകൂടെ കൊണ്ടുവരി. റഹ്മാനായ റബ്ബേ, ദുആ കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ കൊണ്ടുവന്നതാണ്. ഈ കുട്ടിയുടെ പ്രയാസം അന്നനാളം ചുരുങ്ങിയിട്ട് ഈ കുട്ടിക്ക് ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് വയറ്റിലൂടെയാണെന്ന്. ഈ ഭാഗത്തിലൂടെ ഹോൾസ് വെച്ചിട്ട് ഇതിലൂടെയാണോ അല്ല ഭക്ഷണം കൊടുക്കുന്നത്. പഠിച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പൊന്നാര റബ്ബേ, ഞങ്ങളെ കുഞ്ഞുവാവക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ദയാലുവായ റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇനിയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ കുട്ടികളുടെ രക്ഷിതാക്കള് ഞങ്ങളെ രോഗം മാറാൻ ആൾക്കാർ ദ്വാരക്കല്ലോ എന്ന് കരുതിയിട്ടാണ് പടച്ചവനെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്നത്. പടച്ചവനെ ശിവ കൊടുക്കണേ അല്ലോ, ശിവ കൊടുക്കണേ അല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഉറങ്ങരുത്, ഈ 3 പൈതം മക്കൾക്ക് വേണ്ടിയാവണം ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും ദിക്റുകളും. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും അങ്ങോട്ട് ഏറ്റെടുത്താൽ വിജയിക്കും. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഏറ്റെടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഹാജാ തങ്ങളുടെ പേരിൽ ഇന്ന് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എന്തിനാണെന്നറിയോ? ഈ 3 പൈതം മക്കളെ രോഗങ്ങൾ മാറാൻ പടച്ചവനെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇവർക്ക് വേണ്ടി ദ്വാരനാ തന്നെ മതി, നമ്മുടെ രോഗം പടച്ചോ മാറ്റിത്തരും. അല്ലാഹുവിന് ശിഫ നൽകണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞുമോളെ രോഗവും നീ, കുഞ്ഞുമോളല്ലേ മോളല്ലത് പടച്ചവനെ, എന്താ പേര്? മിൻഹ ഫാത്തിമ. പഠിച്ച ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പഠിച്ചന്റെ രോഗം എത്രയും, അതായത് വായിലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല, അന്നനാളം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം ഭക്ഷണം കൊടുക്കുന്നത് നേരെ വയറ്റിലൂടെ തുളച്ചിട്ട് അതിലൂടെ അങ്ങനെ ഭക്ഷണം അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. പഠിച്ചന് എത്ര പൂതി ഉണ്ടാവും ആ കുട്ടിന്റെ തൊള്ളയെ കൂടെ ആ ഉമ്മാക്കൊരു ഭക്ഷണം, ഒരു പിടി കൊടുക്കാൻ എത്ര ആഗ്രഹം ഉണ്ടാവും. മക്കളൊരു പിടി തിന്നാഞ്ഞാൽ ഉമ്മമാർക്ക് ഉറക്കിട്ടൂല. എന്നാൽ ഈ കുട്ടിന്റെ തൊള്ളയെ കൂടെ ഒരു പിടി ഭക്ഷണം കൊടുക്കാതെ ആ ഉമ്മ ഇന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? മര്യാദക്ക് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടാവോ? ഒരു പരിപാടിക്ക് കൂടിയിട്ടുണ്ടാവോ? അറ്റുങ്ങളൊന്ന് മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടാവോ? മര്യാദക്കൊന്ന് സന്തോഷിച്ചിട്ടുണ്ടാവോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാ. ഉമ്മിപ്പി ഓല കണ്ണീരൊപ്പാൻ നമ്മളും കൂടുക, ഓല കൂടെ നമ്മളും ഓരോ കൂടെ കൂടുക. പടച്ചോൻ അല്ലാഹുവിനെ കബൂൽ ചെയ്യണേ അല്ലാഹുവേ, നീ റാഹത്തിലാക്കണേ അല്ലാ. ഇന്ന് നമ്മൾ ഉറക്കമില്ല കേട്ടോ, അവർക്ക് വേണ്ടി ദുആരക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അതുപോലെ തന്നെ പുള്ളിക്കല് ലോറി വിറ്റ് കിട്ടാൻ, എന്താണ് ചൊറിച്ചിൽ മാറാൻ അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാ, വിറ്റ് കൊടുക്കണേ അല്ലാ. 4 വയസ്സുള്ള കുട്ടി പൈസ വിഴുങ്ങിയിട്ടുണ്ട്, അത് പിന്നെ എത്രയും പെട്ടെന്ന് പോരാൻ അല്ലാഹു നീ പോക്കി കൊടുക്കണേ അല്ലാ. കുമ്മിണിപ്പറമ്പ് 8 വർഷമായി വീട് പണി തുടങ്ങിയിട്ട് റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഭർത്താവ് ജോലി ചെയ്ത പൈസ കിട്ടുന്നില്ല, അത് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം തീരാൻ മംഗലാപുരം കൈക്കമ്പ മജ്ലിസിൽ വന്ന ഖാലിദ്, അവരുടെ കൂടെ വന്ന 7 പേര്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന് ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കൂടെ വന്നവർക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈറും ഫത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇന്നത്തെ ഖാലിദിന് കുറെ പണം കിട്ടാനുണ്ട്. അല്ലാഹുവേ, ഖാലിദ് ചക്ക എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഉപ്പിനങ്ങാടി കുൽസും 4 സഹോദരന്മാർക്കും ആഫിയത്തുണ്ടാവാൻ, ഭർത്താവ് ലോറി എടുത്തിട്ടുണ്ട്, അതിൽ ബർക്കത്തുണ്ടാവാൻ, ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ അനിയൻ ഉദവിക്ക് പഠിക്കുന്നുണ്ട്. ഒരു സംഖ്യ ഇതിലേക്ക് നൽകിയിട്ടുണ്ട്. പടച്ചവനെ ഖൈർ കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീക്കി സലാമത്ത് നൽകണേ അല്ലാ.